ശബരിമലയിൽ ഈ മാസം 21 മുതൽ അന്നദാനമായി അയ്യപ്പ ഭക്തർക്ക് സദ്യ വിളമ്പും. ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് ശബരിമലയിൽ ഈ മാസം 21 മുതൽ അന്നദാനമായി 21 മുതലാണ് അന്നദാനം നൽകുന്നത്. ഉത്തരവിറക്കിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. ദേവസ്വം കമ്മീഷണർക്കാണ് ചുമതല. ോടൊപ്പം അവിയൽ, സാമ്പാർ, തോരൻ എന്നിവ ഉൾപ്പെടെയുള്ള സദ്യയാണ് അന്നദാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പായസം ഉൾപ്പെടെ സദ്യയിലുണ്ടാവും. കേരള സദ്യയും പുലാവും ഇടവിട്ടുള്ള ദിവസങ്ങളിലാണ് നൽകുകയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. 21-ാം തീയതി എങ്കിലും നമ്മുടെ ചോറ് കൊടുക്കുമെന്നാണ് ഇന്നത്തെ ഫൈനൽ തീരുമാനം. എല്ലാ ദിവസവും ഇല്ല, ഒന്നിടവിട്ട ദിവസങ്ങളിലേ ഉള്ളൂ. എന്നാലും 21-ാം തീയതി ആരംഭിക്കാം. മണ്ഡലപൂജയ്ക്ക് മുമ്പ് തന്നെ അത് ആരംഭിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പൊന്നിയേരിച്ചോറ്, പരിപ്പ്, സാമ്പാർ, അവിയൽ, തോരൻ, അച്ചാർ, പപ്പടം, പായസം ഉൾപ്പെടെയാണ് സദ്യ. ടെൻഡറിലൂടെയോ ഹോർട്ടികോർപ്പസ്, സിവിൽ സപ്ലൈസ് എന്നിവ മുഖേനയോ വിഭവങ്ങൾ വാങ്ങാനാണ് തീരുമാനം. ദേവസ്വം കമ്മീഷണർക്കാണ് സദ്യ ഉൾപ്പെടെയുള്ള ഭക്ഷണക്രമത്തിന്റെ പ്രധാന ചുമതല. ഭക്തർക്ക് മികച്ച സേവനം നൽകുന്ന തീർത്ഥാടന കാലമാണിതെന്ന് കെ ജയകുമാർ പറഞ്ഞു. പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക കൗണ്ടറുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനം, തിരുവനന്തപുരം.